ആഴ്ചകളോളം നീണ്ട പ്രതിഷേധങ്ങൾ, ധരണ മുതൽ ഹർത്താൽ വരെ, സമരകോലാഹലങ്ങൾക്കൊടുവിൽ 10 നാൾ നീണ്ട സർവേ. ഒടുവിൽ ഫലം വന്നു. കോൺഗ്രസും CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉയർത്തിയ ആക്ഷേപത്തിന് അടിസ്ഥാനമുണ്ടോ? ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുന്നിൽ ഓടയുടെ അലൈൻമെന്റ് മാറ്റിയോ? ഓടയുടെ അലൈൻമെന്റ് അത് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും അളന്ന് നോക്കിയപ്പോൾ ഓടയുടെ അലൈൻമെന്റിനകത്ത് അങ്ങനെ ചേഞ്ചസ് വന്നിട്ടില്ല. അതിനുവേണ്ടി അവിടെ കയ്യേറ്റങ്ങൾ ഉള്ളതായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് കയ്യേറ്റ ഭൂമി കൂടി ഉൾപ്പെട്ട സ്ഥലത്താണെന്ന ആരോപണമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ എന്താണ്? അപ്പോൾ അതിന്റെ പുറകു ഭാഗത്ത് എന്തോ ചെറിയൊരു രീതിയിലുള്ള കയ്യേറ്റം ഉണ്ടോ എന്ന് സംശയമുണ്ട്. അത് പഞ്ചായത്തിന്റെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവൂ. അതിനുവേണ്ടിയാണ് പഞ്ചായത്തിന്റെ അടുത്ത് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആരോപണങ്ങളുടെ ഉള്ളിലിരിപ്പ് വ്യക്തിഹത്യയായിരുന്നുവെന്ന് പറയുന്നു ജോർജ് ജോസഫ്. അലൈൻമെന്റിൽ മാറ്റമില്ലെന്ന് മാത്രമല്ല, അവിടെ ഓടയ്ക്ക് വളവില്ലെന്നുകൂടി ആ അലൈൻമെന്റും പ്രകാരം പണിത് കഴിഞ്ഞപ്പോൾ ജനത്തിന് ആകെ ബോധ്യപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൂടുതലായി എന്താണ് പറയാനുള്ളത്? വിവരാവകാശ നിയമപ്രകാരം ഞാൻ എടുത്ത രേഖയിൽ കളക്ടർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ 3 സെന്റിലധികം കയ്യേറിയിട്ടുണ്ട് എന്ന് തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലുപരി കളക്ടർ അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോപിച്ചതുപോലെ എന്തോ ഉണ്ടെന്ന് സംശയിക്കപ്പെടുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണമാണ് അറിയേണ്ടത്. കോൺഗ്രസ് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തെ പറ്റി മാത്രം സംശയം ഉള്ളത് അത് രാഷ്ട്രീയ പ്രേരിതം. ഏറ്റവും കൂടുതൽ പാർട്ടി ഓഫീസുകൾ പുറമ്പോക്ക് കയ്യേറി വെച്ചിട്ടുള്ളത് CPM ആണ്. കൊടുമൺ ടൗൺ പ്രദേശത്തടക്കം 44 ഇടങ്ങളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന സർവേയിൽ വ്യക്തമായി. കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കും. നോട്ടീസ് നൽകി വിളിപ്പിച്ച് വിശദീകരണം തേടും. ശേഷം ഒഴിപ്പിക്കൽ. അതാണ് ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൊടുമൺ പഴയതുപോലെയല്ല. സമരകോലാഹലങ്ങൾ ഒഴിഞ്ഞ് തികച്ചും ശാന്തം. അലൈൻമെന്റിൽ മാറ്റം വരുത്തി ഓട നിർമ്മിക്കുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ച് CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെടുത്തിയതോടുകൂടിയാണ് വിഷയം രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.